ഹായ്. നമ്മള് ഹായ് എന്ന് വിളിച്ചപ്പോഴത്തേക്കും പുറത്ത് ബാക്ക് നിർത്തി ഞെട്ടടിക്കുന്നുണ്ട്. ഞങ്ങളെ കുറെ നേരമായിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അല്ലേ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്ന രണ്ടാൾക്കാര് ഒരുത്തി ഭയങ്കര ഉറക്കമായിരുന്നു. അമ്മച്ചി പുറത്ത് പ്രാർത്ഥനയൊക്കെ പോയി. അതായത് ഞങ്ങൾക്ക് എല്ലാ ബുധനാഴ്ച ഇവിടെ കുരിശിന്റെ വഴിയുണ്ട്, അത് നോമ്പായതുകൊണ്ട്. അപ്പൊ അമ്മച്ചി അതിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കൊച്ചുമോൾ എങ്ങോട്ട് വന്നേ, കൊച്ചുമോളവിടെ ബാക്കില് പെട്ടെന്ന് തലവേദന ഉണ്ട്. അച്ഛനാണെങ്കിൽ റൂമിൽ കിടന്നുറങ്ങുവാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഓൾറെഡി ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ കല്യാണ സാരി അല്ലേ, 32 വർഷം പഴക്കമുള്ള 34 വർഷം പഴക്കമുള്ള കല്യാണ സാരി ഉണ്ട്. ഈ കല്യാണ സാരി അച്ചു ഉടുത്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ചു ഇതിന്റെ കുറെ വിശേഷങ്ങൾ പറയാം. പണ്ടത്തെ കല്യാണ സാരിയുടെ വില, അതിന്റെ എടുത്ത് അതിന്റെ കുറെ വിശേഷങ്ങൾ പറയാം. അച്ചു ആ കല്യാണ സാരി ഉടുത്ത് കാണിക്കാം. എനിക്ക് അമ്മച്ചി കല്യാണ സാരി ഉടുത്തിന് ഫോട്ടോ ഉണ്ടെന്ന് ആൽബത്തിനകത്ത് അല്ലേ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അച്ചു ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ വീഡിയോ എടുത്ത സമയത്ത് ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ഹായ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് ഓടിയതാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാവേ. കൊച്ചുമോൾ എങ്ങനെയുണ്ട്? ഞെട്ടിപ്പോ അല്ലേ. നമുക്ക് ഏറെടുത്തി കൂടെ വിളിച്ചിട്ട് തരതേ. സ്റ്റാർട്ട് ചെയ്ത് നമുക്ക്. മൈക്ക് അവൾ എണീറ്റ് ഓൾറെഡി 2 മണിക്കൂർ ഉറങ്ങിയതല്ലേ ചു? 2 മണിക്കൂർ ഉറങ്ങിയില്ലേ? 2 മണിക്കൂർ താങ്കളൊന്നും ഉറങ്ങിയില്ല ചുനി. എനിക്ക് നിങ്ങൾ ഉറങ്ങുമ്പോ ഞാൻ ഇതുപോലെ വീഡിയോ അങ്ങനെ അച്ഛനെ ഉറക്കത്തിൽ ഞങ്ങൾ എണീപ്പിച്ചിട്ടുണ്ട്. എന്താടാ നല്ല ഉറക്കമായിരുന്നു ഇവിടുത്തെ. കൊച്ചുമോൾ എണീറ്റ്. കൊച്ചുമോൾക്ക് തലവേദനയാണല്ലോ പറഞ്ഞേ. അത് കുറച്ച് സമയത്തേക്കുള്ള തലവേദനയേ ഉള്ളൂ. യെസ്. അപ്പൊ നമ്മുടെ ഇന്ന് എന്ത് ചൂട് എല്ലാവർക്കും ഉള്ളതല്ലേ, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൾറെഡി ഇന്റർവ്യൂവിൽ പറഞ്ഞു അമ്മച്ചിയുടെ പഴയ കല്യാണ സാരി അല്ലേ, ആ കല്യാണ സാരി അച്ചു ഉടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. ആ കല്യാണ സാരി എടുത്തിട്ട് തരുമോ? കൊച്ചുമുള്ള മുറി വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ മന്ത്രകോടി. ഈ കല്യാണ സാരി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതാണ്. ആ മൈക്കെടുത്ത് അമ്മച്ചിട്ട് കൊടുത്തേ. അല്ല, പണ്ട് കാലത്ത് ഇതൊക്കെയാണ് മെയിൻ കളർ. അല്ലാതെ ഒരുപാട് ഇപ്പോഴത്തെ പോലുള്ളതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലല്ല. 34 വർഷത്തിന് മുമ്പുള്ള ഇതാണ് ഞാൻ പറയുന്നത്. കല്യാണ സാരിക്ക് 34 വർഷം പഴക്കമുണ്ട്. 34 വർഷം പഴക്കമുള്ള 40 വർഷം. അതെ, മമ്മിയുടെ 40, ഇത് 34 കഴിഞ്ഞു. പിഞ്ചിട്ടുണ്ടോ? പിഞ്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഉടുക്കണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാം. ബ്ലൗസ് ഉണ്ടോ ചോപ്പ് നിനക്ക്? ഇതാണ് മുന്താണി. ബ്ലൗസിന് എന്ത് ചെയ്യും അമ്മ? എന്തെങ്കിലും ഒരു കളർ ഇട്ടോണ്ട് കൊച്ചു കൊടുക്കും. ഇതാണ് മുന്താണി. ഉണ്ട് മുന്താണി. ഇതാണ് മുന്താണി. ഒന്നും അറിയാൻ പാടില്ല. ഈ സാരി ഇതാ ഏത് സാരിയാണെന്ന് അറിയാവോ? അതൊന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞു കൊടുത്തതാ. എന്നോട് എവിടുന്നാ വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? പപ്പായോട് ചോദിക്കണം. ശരിയാണല്ലോ, പപ്പ വാങ്ങിച്ച എന്റെ സാരി ശീമാട്ടിന്ന. ആ മൈക്ക് എടുത്ത് അച്ഛനെ കൊടുത്താലേ കേക്കുള്ളൂ. അമ്മച്ചിയുടെ കല്യാണ സാരി ഇല്ലേ, കല്യാണ സാരി എവിടുന്ന എടുത്തെന്ന് ഓർമ്മയുണ്ടോ? ചീമാട്ടി ഹാൾ. ചീമാട്ടിന്നാണോ? ഏത് അന്ന് എത്ര രൂപയായിരുന്നു കല്യാണ സാരി? 1900. കല്യാണ സാരിക്ക് 1300. ആ കല്യാണ സാരി ഇരിപ്പില്ലേ? പിന്നെ ഇപ്പോഴും ഉണ്ട് ആ സ്ഥാപനം. ഇരുമ്പോൾ തന്നെ ആ സ്ഥാപനം പൂട്ടിപ്പോയി. സീമാട്ടിയൊക്കെ പൂട്ടിപ്പോയി. 1300 മതിയാ? കേക്കുന്നില്ല. ഇത് പപ്പ വാങ്ങിച്ചതല്ലേ? നമുക്കറിയത്തൊന്നുമില്ല. അമ്മ ചെന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. റോമൻ ചേച്ചിയാരണ്ടൊക്കെ സാരി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നെന്ന് മാത്രം. സോ ഇതാണ് ഈ സാരി അല്ലേ? ഈ സാരിയാണ് ഈ കാണുന്ന സാരി. ഇതാണ് അമ്മച്ചിയുടെ
കല്യാണത്തിൽ നിന്നെടുത്ത ഫോട്ടോ. ഇത് മന്ത്രകോടി. ഇത് മന്ത്രകോടി. ആക്ച്വലി കല്യാണ സാരിയുടെ ആൽബം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയതല്ല, ചേട്ടായൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇവർ നശിപ്പിച്ച് കളഞ്ഞത്. ഞാനത് എന്തോ ചെയ്തു. അതെ, ചേട്ടൻ നശിപ്പിച്ച് ആൽബം പിച്ച് കീറി. അതെ, കുഞ്ഞിലെ ബഹളം വെക്കുമ്പോഴത്തേക്കൊക്കെ അമ്മ കളിക്കാൻ കൊടുത്താൽ ആക്ച്വലി അത് കൈ വന്നതാണ്. പിന്നെ അത് വേണമായിരുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ കല്യാണ സാരി ഇല്ല, നമ്മുടെ മന്ത്രകോടിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ബ്ലൗസ് കണ്ട ഇങ്ങനത്തെ ഒരു പ്രത്യേക, എനിക്ക് പേരറിയത്തില്ല. അല്ലല്ല, അന്നത്തെ മൈക്കോ, അന്നത്തെ മൈക്കല്ല, അന്നത്തെ നെക്ക്. പിന്നെ ചന്ദനൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ അന്നത്തെ. ഇത് സ്റ്റുഡിയോ എടുത്ത ഫോട്ടോ അല്ലേ? പാതിരപ്പള്ളിയിലെ സ്റ്റുഡിയോയില്. അന്ന് കല്യാണത്തിനപ്പം മറ്റേ ഫോട്ടോഗ്രാഫർ ഒക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ അത് എടുക്കാൻ വേണ്ടി ആരോ വിളിച്ചായിരുന്നു. അതാണ് ആൽബമായിട്ട് വന്നത്. അന്നത്തെ കാലത്ത് നമ്മളിപ്പം പിന്നെ സ്ലീവും മറ്റേ ആ ഒരു പ്ലീറ്റ്സും ഒക്കെ ഇപ്പൊ ട്രെൻഡാണ്. പണ്ടൊക്കെ ഉണ്ട് നല്ല ഭംഗി സാരിയാണ്. അന്നമ്മച്ചിക്ക് 18 വയസ്സ് അല്ലേ? 18 വയസ്സിൽ 18 വയസ്സിൽ സ്നേഹിച്ച് കെട്ടി. സോ ഗൈസ്, അങ്ങനെ അച്ചുവിടെ സാരി കൊടുത്തിട്ട് നിക്കുന്നുണ്ട്. ആക്ച്വലി സാരി ഇച്ചിരി ഉടുക്കാൻ എനിക്ക് വൃത്തി കിട്ടുന്നില്ല കേട്ടോ. ചേച്ചിക്ക് അത് കൊടകാർ കൂടിട്ടാ. വീതിയില്ല. വീതിയില്ല. അമ്മയുടെ ഹൈറ്റ് വെച്ചിട്ടാണല്ലോ. അതെ 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 അതെ. പിന്നെ ഒപ്പിച്ചു പിന്നെ അതുപോലെ തന്നെ അത് കാണിച്ച അവിടെ ഉണ്ടല്ലേ. വിചാരിച്ച് വൺ പ്ലേറ്റ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ഒരുങ്ങിയത് തന്നെ ഉടുത്ത കണക്ക് തന്നെ മറ്റേ വീതിയുള്ള പ്ലേറ്റ്സ് ഒക്കെ. അമ്മയുടെ ആ ഒരു മറ്റേ കല്യാണത്തിന് ഉടുത്ത തന്നെ. അതേപോലെ അമ്മച്ചെന്ന് ആരാണ് സാരി ഒരുക്കിയതാരായിരുന്നു? എന്നെ ഒരുക്കിയത് നമ്മുടെ ദേവസ്യച്ചേച്ചന്റെ ബ്യൂട്ടീഷ്യൻ ആയിരുന്നോ? അല്ലല്ല, ഷീബ അല്ല, ഷീബയുടെ ആന്റി. പുള്ളിക്കാരി അന്നത്തെ സമയത്തൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതുപോലെയൊന്നും ഇല്ല, ബ്യൂട്ടീഷ്യനും അങ്ങനെയുള്ള ഒന്നും ഇല്ല. അന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരുക്കും വന്നു. ഇവിടുത്തെ ഒരു പിഞ്ചില് മാത്രമേ ഉള്ളൂ തോന്നല്ലേ? ഈ ഒരു പിഞ്ചില് മാത്രമേ ഉള്ളൂ, വേറെ പിഞ്ചൊന്നും ഇല്ലല്ലോ. അല്ല, പിന്നെ അത് കുഴപ്പമില്ല. അതെ, പിൻകുത്തിയെടുത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ പണ്ട് മുല്ലപ്പൂ ഒക്കെ വെക്കുന്ന ഓർക്കുന്നുണ്ടാ? തലേക്കൂടെ അമ്മച്ചി കല്യാണത്തിന് മുല്ലപ്പൂ വെച്ചിട്ടില്ലായിരുന്നോ? കല്യാണത്തിന് മുല്ലപ്പൂ അല്ലാണ്ട് വന്ന് ഒരുക്കുമായിരുന്നു. ആ പെണ്ണ് ഇങ്ങനെ മുടി എന്തോ മുടി ഇങ്ങനെ ചുരുണ്ട മുടിയായിരുന്നോണ്ട് എന്തോ ഒരു സാധനം കൂടി ഇങ്ങനെ വെച്ച് ഇട്ടിട്ട് നെറ്റ് വെച്ച് ഇവിടെ ഇങ്ങനെ ക്രൗൺ പോലെ വെച്ചിട്ടില്ലേ പണ്ടൊക്കെ. അങ്ങനെ എന്തോ ആയിരുന്നു. അമ്മച്ചിക്ക് ആ ഫോട്ടോക്കകത്ത് ഒരു കുറിയുണ്ട്, ചന്ദനക്കുറിയുണ്ട്. ആ ചന്ദനക്കുറിയും കുങ്കുമൊന്നും ഇല്ലല്ലോ. കുങ്കുമം ഇല്ല. പൊട്ട് പൊട്ടുണ്ടല്ലോ. ഇത് ഞങ്ങൾ അമ്മയുടെ നെറ്റില് പൊട്ടുണ്ടോ? ഫോട്ടോയാണത്, അല്ലാതെ കല്യാണത്തിന്റെ അന്നുള്ളതൊന്നും. കല്യാണത്തിന്റെ അന്നല്ല, കല്യാണത്തിന്റെ അന്ന് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വിരുന്നിന് വന്നപ്പം ഇവിടെ ആതിരപ്പള്ളി ഇപ്പൊ എടുത്ത ഫോട്ടോ. കല്യാണത്തിന് ഫോട്ടോ അല്ലേ? കല്യാണത്തിന് തലയിലും ഇതൊക്കെ കാണത്തില്ല. മന്ത്രകോടിക്ക് വെള്ള നെറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റുഡിയോയിൽ പോയി അമ്മയായിട്ട് പോയി അമ്മച്ചിനെ എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റക്ക് അങ്ങനെ എടുത്ത ഫോട്ടോയാണ്. നമുക്ക് അമ്മയ്ക്ക് ഒരു പൊട്ടുണ്ട്. വീതിയുള്ള പൊട്ടുണ്ടോ? വലിയ പൊട്ടുണ്ടോ? ഇല്ല, അമ്മയുടെ നെറ്റില് പൊട്ടുണ്ട്. ആ പൊട്ട് അമ്മയുടെ പൊട്ട് വെച്ചാൽ. പക്ഷെ എനിക്ക് പണ്ട് അങ്ങനെ ചന്ദനക്കുറി നമ്മള് പൊട്ട് തൊട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കല്യാണത്തിന് ചന്ദനക്കുറി ഉണ്ടായിരുന്നു. ഇത് കല്യാണത്തിന്റെ അന്നത്തെ ഫോട്ടോ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ ഫോട്ടോ അല്ല. കല്യാണത്തിന്റെ ചന്ദനക്കുറി തുറത്തില്ലേ പള്ളിയിൽ പോയി കല്യാണം കഴിക്കാൻ. അല്ലാതെ ഫോട്ടോ എടുക്കാൻ പോകുന്ന പപ്പായ്ക്ക് പണ്ട് ചന്ദനം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ തൊട്ടുണ്ട് പോയി ഫോട്ടോ എടുത്തതാ. അപ്പൊ നമുക്ക് ഇനി ആ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ. അല്ല, ആ ചന്ദനം തുടങ്ങണം. ചന്ദനത്തിന് ഫൗണ്ടേഷൻ ചന്ദനത്തിന് നമുക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഓർണമെന്റ്സ് ഇനി നമുക്ക് ഓർണമെന്റ്സും അതുപോലെ തന്നെ ഒന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് മുല്ലപ്പൊന്നും ഇല്ല. ശരി, നമുക്ക് ആക്ച്വലി അമ്മ ഉടുത്തിരിക്കുന്നത് ഇത്ര ഫോർത്തും അല്ല ചെറുതും അല്ലാതെ അതുകൊണ്ട് നമ്മൾ കയ്യിലുള്ളൊരു വേറൊരു ബ്ലൗസ്. അതെ, ഇനി നമുക്ക് ഓർണമെന്റ്സ് എല്ലാം അയച്ചിട്ട്. സോ ഗൈസ്, നമ്മൾ ഫുൾ ഫൈനലി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 34 വർഷത്തിന് ശേഷം
ആ സാരി അമ്മ കണ്ടു അന്ന് വെച്ചിരിക്കുന്ന സെയിം പോലത്തെ ഫ്ലീറ്റ് വെച്ചു. അന്ന് വെച്ച് ബ്ലൗസ് ഞാൻ പറഞ്ഞില്ല, ബ്ലൗസ് മാത്രമാണ് നമുക്ക് ബ്ലൗസ് മാത്രം ഇല്ല. പറ്റാഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് വേറൊരു മാലയും കൂടെ ഉണ്ടായിരുന്നു, അത് വിട്ടപ്പോ ഭയങ്കര ഇതായിട്ടിരിക്കുന്നുണ്ട്. 2 മാല ഇട്ടിട്ടുണ്ട്. അതെ, 2 മാല ഇട്ടിട്ടുണ്ട്. അമ്മയുടെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചാ, ഫോട്ടോ അവിടെ ചേർത്ത് വെച്ചേ. ഇതേ കണ്ടോ? അതല്ല ഞാൻ പറഞ്ഞേ. അതെ കണ്ടോ, അമ്മയ്ക്ക് ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നല്ല മുടിയായിരുന്നു, നല്ല ലിങ്കുള്ള മുടിയായിരുന്നു. പക്ഷെ ആ മുടി ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ, ഇത് പപ്പാനെ കൂട്ട് നമുക്ക് ചേട്ടാനെ ഒരുക്കാം. പപ്പ ഇതിലൊരു വൈറ്റ് ഷർട്ടാ, ചേട്ടാ വൈറ്റ് ഷർട്ട് ഇത് മാറിയിട്ട് ഒരു വൈറ്റ് ഷർട്ട് എടുത്ത്, അതുപോലെ തന്നെ നമ്മള് ചന്ദനക്കുറിയും കൂടെ ആടാ. ഇതില് നമുക്ക് പപ്പ ചന്ദനക്കുറി ഇട്ടിട്ടുണ്ട്, വൈറ്റ് കളറിലെ ഷർട്ടും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേട്ട ചെയ്യുക അതുപോലെ ഇതേപോലെ വൈറ്റ് കളറിൽ ഇടാം നമുക്ക്. ഈ വ്ളോഗിനെ ഔട്ടെടുക്കുമ്പോഴേ ഈ മൊമെന്റ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ടൈമിൽ എങ്ങനെയോ മൈക്ക് ഓഫായി പോയി. പപ്പയും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ്. വേറൊന്നുമല്ല കേട്ടോ സംഭവം. പപ്പയ്ക്ക് ഈ ഒരു സാരി കണ്ട സമയത്ത് അമ്മ ചോദിച്ചു, ഈ സാരി ഓർമ്മയുണ്ടോന്ന്. പപ്പ പെട്ടെന്ന് പറഞ്ഞു, ഇത് എൻ്റെ മരുമകൾക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്ത സാരി അല്ലേ എന്നുള്ളത്. പപ്പയുടെ ഓർമ്മയിൽ പപ്പ ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിരുന്നു. അതാണെന്നാണ് ഓർത്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കല്യാണ സാരി, അതായത് അമ്മയുടെ അല്ലെങ്കിൽ പപ്പയുടെ ഭാര്യയുടെ പഴയ മന്ത്രകൂടിയാണെന്ന് പപ്പ മറന്നുപോയി. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അച്ചു സാരി എടുത്തപ്പോഴേ പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങടുത്ത് അത് പറയുകയും ചെയ്തു കേട്ടോ. അതെ, അങ്ങനെ ചേട്ടായി നമുക്ക് വൈറ്റ് കളറിലേക്ക് ഷർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. വൈറ്റ് അല്ല ആക്ച്വലി, അതെ ചന്ദനം കൂടി ഇട്ടിട്ടുണ്ട്. ചന്ദനക്ക് പകരം നമ്മൾ എന്താ ഫൗണ്ടേഷനും നമ്മള് ആ ഷർട്ടിന് പകരം വേറെ ഒരു ഷർട്ടും കൂടെ. അതെ, അങ്ങനെ നമ്മള് രണ്ടുപേരും എടുത്ത് പിടിച്ചേ. ഈ ഫോട്ടോക്കകത്ത് കാണിച്ചേ, ഈ ഫോട്ടോയിലെ നടുക്ക് പിടിച്ച് മീൻസ് ഇവിടെ പപ്പ, ഇവിടെ അമ്മ. എന്നിട്ട് പപ്പയ്ക്ക് അന്ന് ക്ലീൻ ഷേവ് കൊടുത്ത് കൊള്ളാലോ ഇങ്ങനെ വന്നിട്ട്. അമ്മക്ക് എന്താ തോന്നണേ, അമ്മക്ക് എന്താ പറയാനുള്ളത്? വർഷങ്ങൾക്ക് ശേഷമല്ലേ അല്ലേ, എത്ര വർഷം? 34 വർഷത്തിന് ശേഷം. അപ്പൊ അതെ, ആ ഭാഗ്യം ചേച്ചിക്കും കിട്ടി ആ സാരി എടുക്കാനുള്ള. ഈ സാരി അല്ലേ, അതെ അതും എടുക്കാൻ പറ്റി, ഇതും എടുക്കാൻ പറ്റി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ വീഡിയോ ഫോട്ടോ എടുക്കാം. നമുക്കിനി ഫോട്ടോസും എടുക്കാവേ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ മന്ത്രകോടിയുടെ പിന്നിലുള്ള കഥകളും. ഇനി നമുക്ക് കല്യാണ സാരി എപ്പോഴെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാവേ. മീൻസ് അറിയില്ല അത് എവിടെയാണെന്ന്. അതെ, ആ സാരിയും ചേച്ചിയുടെ സാരിയൊക്കെ കൂടി ജസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു തരാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അബദ്ധം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, പപ്പാടെ ആ എക്സ്പ്രഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈക്ക് ഓഫായി പോയി. ഓഫായിരുന്നു. അവിടെ നമ്മളത് വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങളിപ്പോ വോയിസ് ഓവർ കൊടുത്ത് ആ സംഭവം കാണുന്ന ചെറിയൊരു വേദനയുണ്ട്, വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇത് കണ്ടല്ലോ. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ, ബൈ.